അപ്പൊ അന്നൊരു പ്രതീക്ഷയായിരുന്നു. അഴിമതി നിറഞ്ഞ ഒരു സമൂഹത്തിലെ ഒരു വലിയ നല്ല കാലം വരാൻ പോകുന്നു എന്നൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ നിറവേറണം, അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് നടപ്പാക്കണം എന്നൊരു ആവേശത്തിന് മുകളിൽ പോയ ആളാണ് ഞാൻ. ആവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കണം, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും പോലെ പാർലമെന്ററി അധികാര വ്യവസ്ഥയിലേക്ക് വന്നാൽ ആപ്പും ആപ്പിലാവും. എനിക്ക് അധികാരത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ആവശ്യം ഇങ്ങനൊരു അഴിമതിരഹിത വ്യവസ്ഥ. പിന്നെ എന്നെ അതൊന്നല്ല, സ്വരാജ് എന്ന് പറയുന്ന ഗാന്ധിയൻ അടിത്തറ. ആ ഗാന്ധിയൻ അടിത്തറയെ പറ്റിയാണ് വാചാലമായിട്ട് കെജ്രിവാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനെ പറ്റിയാണ് എങ്ങനെ നമുക്ക് പാർലമെന്ററി ജനാധിപത്യത്തിൽ ക്ലീനിങ് ആവാം, ചൂലെടുത്തത് അധികാര വ്യവസ്ഥ വെടുപ്പാക്കാനാണ് എന്ന് പറയുന്ന ആ ഒരു സ്വരാജിൽ അധിഷ്ഠിതമായിട്ടുള്ള ഗാന്ധിയൻ വികസന മാതൃക അത് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അഴിമതി മാത്രമൊന്നുമല്ല, നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിൽ നമുക്ക് ശ്വാസം മുട്ടാതെ ജീവിക്കാനായേക്കും എന്ന് പറയുന്നൊരു വലിയ പ്രതീക്ഷയുടെ പിന്നാലെ ഞാൻ മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടുമിക്കവാറും ബുദ്ധിജീവികളും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും വിപ്ലവകാരും ഒക്കെ കൂടി ഓടിക്കൂടി ആപ്പിലെ പോയി. യാഥാർത്ഥ്യം വേറൊന്നായിരുന്നു. ഒരു മനുഷ്യനും ആപ്പല്ല എന്താ പറയുക, ഒരു ആം ആദ്മി ആയിട്ടല്ല അതിലേക്ക് ഓടിക്കൂടിയത്. അതിൻ്റെ ഘടന തന്നെ വളരെ ലൂസായ ഒരു ഘടനയായിരുന്നു. ആർക്ക് വേണമെങ്കിലും അതിൽ അംഗത്വം എടുക്കാം. ആ അംഗത്വം എടുത്തവരാരും തന്നെ ഈ പറഞ്ഞ ആം ആദ്മിക്ക് വേണ്ടി, സ്വരാജിന് വേണ്ടി എന്ന് പറയുന്ന ആശയം ഉൾക്കൊണ്ടവരായിരുന്നില്ലെന്ന് മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സ്ഥാനം നിഷേധിക്കപ്പെട്ട് ഓടിക്കൂടിയവരും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ആശയങ്ങളെ പ്രാവർത്തികമാക്കാനായിട്ട് പറ്റില്ല, അവർക്ക് സാധ്യമല്ല എന്നുള്ള ഞാൻ 2 കൊല്ലം ഞാനതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ ഇരുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഒരു മനുഷ്യൻ ഒരുങ്ങേണ്ടതുണ്ട്. അതിൽ നമുക്ക് ആദ്യകാല കമ്മ്യൂണിസ്റ്റുകളെ ആലോചിക്കാവുന്നതാണ്. അവർ ഒരുങ്ങുകയായിരുന്നു, അവർ സ്വയം വെട്ടിത്തിരുത്തുമായിരുന്നു. താനായിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു കമ്മ്യൂണിസ്റ്റുകാരനാവണമെങ്കിൽ എന്നിൽ നിന്ന് എന്തെല്ലാം ചെത്തിക്കളയണം, എന്തെല്ലാം ത്യജിക്കണം, എന്തെല്ലാം എന്നോട് കൂട്ടിച്ചേർക്കണം, എനിക്ക് എന്തൊക്കെ പരിവർത്തനങ്ങൾ വരണം. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് നിർമ്മിക്കപ്പെടുകയായിരുന്നു. ആം ആദ്മിയൊന്നും നിർമ്മിക്കപ്പെട്ടില്ല, ഓടിക്കൂടുകയുണ്ടായത്. അപ്പോൾ നമ്മളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആ ആശയം ഇവിടെ വരണമെന്നുണ്ടായിരുന്നു, ആ ആശയം പ്രബലമായിട്ട് നടപ്പാക്കണമെന്നുണ്ടായിരുന്നു, ഗാന്ധിജിയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വികസന മാതൃക രൂപപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ്റെ മുഖമാണ് നിങ്ങളുടെ കണ്ണിൽ വരേണ്ടത് എന്ന് പറഞ്ഞതിനെ തുരങ്കം വെച്ച് വളർന്നു വന്ന നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തെ പുനഃപരിശോധിക്കാനും ക്ലീൻ ചെയ്യാനും കഴിഞ്ഞാൽ ആവട്ടെ എന്നുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ആപ്പിലെത്തി എന്ന് പറയുന്ന ഒരു പരാജയമായിട്ട് പറയരുത്. ആപ്പിലേക്ക് ഞാൻ ബോധപൂർവം പോയതാ, ബോധപൂർവം മടങ്ങി പോരുകയും ചെയ്തു.